നിങ്ങൾക്ക് എല്ലാവർക്കും സംഗീതം ഇഷ്ടമല്ലേ? അപ്പോൾ സംഗീതം ആസ്വദിക്കുന്നവർക്ക്, സംഗീതം കേൾക്കുന്നവർക്ക്, പാടുന്നവർക്ക് എല്ലാവർക്കും സംഗീത ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. സംഗീത ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഗീത അധ്യാപിക സൗമ്യ ടീച്ചർ പരിപാടി മനോഹരമാക്കാൻ വേണ്ടി ഒരു ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചന്ദ്രമോഹൻ സാറാണ് നമുക്ക് വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ലൊരു കയ്യടി എടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ജൂൺ 21 ലോക സംഗീത ദിനവും ലോക യോഗാ ദിനവുമായിട്ട് നാം ആചരിക്കുകയാണ്. നാളെ നമുക്ക് ഒരു പക്ഷേ വിദ്യാലയത്തിന് ഇതുവരെ നമുക്ക്
ഇന്നത്തെ ഈ സംഗീത ദിനത്തിന് മാറ്റുകൂട്ടുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വടക്കാഞ്ചേരി സ്വദേശിയും അറിയപ്പെടുന്ന യുവ സാഹിത്യകാരനും ഒരു സംഗീത പ്രേമി കൂടിയായ, അതിലുമുപരി എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ. ആദ്യമായി സംഗീത ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ സാനിയ സാജു നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സാനിയ ഒരു വളർന്നു വരുന്ന ഒരു കവിയത്രി കൂടിയാണ്. ചീഫ് ഗസ്റ്റിനോടായിട്ട് പറയാണ്, ഞങ്ങളുടെ ഒരു കലാകാരിയാണ്, കൂടിയാണ്. ഞങ്ങൾ വളർന്നു വരുന്ന ഒരു കവി കൂടിയാണ്, കവിയത്രി കൂടിയായ സാനിയ സാജുവിനെ ക്ഷണിക്കുന്നു. സംഗീതത്തിന്റെ സാഗരം ലോകമെങ്ങും പടരുമ്പോൾ ആ ലോകത്തിൽ ജീവിക്കുകയും നീതി തുറക്കുകയും ചെയ്ത പ്രതിഭകൾക്കുള്ള പ്രണാമമായി എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും സംഗീത ദിനം അഥവാ വേൾഡ് മ്യൂസിക് ഡേ ആഘോഷിക്കുന്നു. ലോക സംഗീത ദിനത്തിന്റെ പിറവി 1982 മുതലാണ്. ഫ്രഞ്ച് സാംസ്കാരിക മലയാളത്തിലെ അന്നത്തെ സംഗീത നൃത്ത ഡയറക്ടറായിരുന്ന മൗറീസ് ടൂററ്റ് ആളുകളെ തെരുവിലേക്ക് ഇറക്കുന്നതിനായി സംഗീത ദിനം സ്നേഹം കൊണ്ട് കൂടുന്നു. മനസ്സിന് ശാന്തി നൽകാൻ, ആത്മാവിനെ തൊട്ടുണർത്താൻ, പ്രണയം വിടർത്താൻ, ദുഃഖമകറ്റാൻ സംഗീതത്തിന്റെ സംസ്കരണം വിശുദ്ധിക്ക് കഴിയും. സംഗീതം ആഗോള ഭാഷയാണ്. അവിടെ സംഭാഷണം പരാജയപ്പെടുന്നതെവിടെയോ അവിടെ സംഗീതം ആരംഭിക്കുന്നു. ശ്രീ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് അവരെ കുട്ടികളോട് സംവദിക്കുന്നതിനായി ക്ഷണിച്ചോളുന്നു. ആദരണീയായ പ്രധാന അധ്യാപിക, സ്നേഹപൂർവ്വം സ്വാഗതം പറഞ്ഞ നിങ്ങളുടെ പ്രിയപ്പെട്ട സൗബി ടീച്ചർ, എൻ്റെ സൗബി ചേച്ചി, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ ഉറങ്ങാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ആണോ? പാട്ട് കേട്ടാ ഉറങ്ങുന്നുള്ളവരും കൈ ഉയർത്തിയ. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം അല്ലേ? അവിടെ മുകളിലുള്ളവർക്ക് സംഗീതമപി സാഹിത്യം സരസ്വത്യാഹസ്തനദ്വയം ഏകമാപാദമധുരം അന്യത് ആലോചനാമൃതം. കേട്ടല്ലോ ശ്ലോകം? സംഗീതം അപി സാഹിത്യം, മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ. സംഗീതം അപി സാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം. സരസ്വതി ദേവിയുടെ 2 മുലകളാണ്. മുല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ഭാവ വരേണ്ടത്? അമ്മ ഭാവമാണ് വരേണ്ടത്. നമ്മളൊക്കെ അമ്മയുടെ മുല കുടിച്ച് വളർന്ന കുട്ടികളാണ് അല്ലേ? അപ്പം മുല എന്നുള്ള വാക്ക് അശ്ലീല വാക്കാണോ അതോ? എന്നാൽ ഈ രണ്ടിനും ഒരു വ്യത്യാസമുണ്ട്. അപ്പം അമ്മയുടെ 2 മാരടും എന്താ പറയുക, പാല് കുടിക്കുന്ന ഉണ്ണിക്ക് ഒരേപോലെയാണ് അല്ലേ? നമുക്ക് നമ്മുടെ 2 കൈയും ഒരേപോലെയല്ലേ, 2 കണ്ണും ഒരേപോലെയല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം പറയുന്നു. എന്താണ്? ഏകമാപാദ മധുരം അന്യത് ആലോചനാമൃതം. ആദ്യത്തെ സംഗീതം അത് ആപാദ മധുരമാണ്. അന്യത് രണ്ടാമത്തേതോ ആലോചനാമൃതമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സംഗീതം ആസ്വദിക്കാൻ നമുക്ക് പാണ്ഡിത്യമോ അക്ഷരാഭ്യാസമോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ജ്ഞാനമോ വലുതോ ആവശ്യമുണ്ടോ? ഉണ്ടോ? നമുക്ക് ഭാഷ പോലും അറിയാത്ത പാട്ടുകൾ നമ്മൾ ഏറ്റുപാടാറുണ്ടല്ലേ? അപ്പൊ ഇവിടെ ഞാൻ കടന്നു വരുമ്പോൾ ഒരു പഴയ പാട്ടിന്റെ പുതിയ ആവിഷ്കാരം കേട്ടുകൊണ്ടാണ് വന്നത്. ഏതായിരുന്നു അത്? ദേവദൂതർ പാടി അല്ലേ? പോലും എഴുതാത്ത കുട്ടിയായിരുന്നു.
എൻ്റെ ഒരു 10ാം ക്ലാസ്സിൻ്റെ പകുതി വരേക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത 4 കാര്യങ്ങളായിരുന്നു. ഒന്ന് കവിത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. 2 പ്രസംഗം തീരെ ഇഷ്ടമല്ല. 3 ശാസ്ത്രീയ സംഗീതം തീരെ ഇഷ്ടമല്ല. ശാസ്ത്രീയ നൃത്തം അത്രയും ഇഷ്ടമല്ല. ഈ 4നോടും ഒരു ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കവി എന്ന മേൽവിലാസത്തിൽ വന്ന് നിന്ന് സംഗീത ദിനത്തിൻ്റെ ഉദ്ഘാടകനായി വന്ന് നിന്ന് സംഗീതവും സാഹിത്യവും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അല്പനേരം സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ബാല മനസ്സിൽ പതിഞ്ഞു കിടന്ന ചില അനുഭവങ്ങൾ പിന്നീട് ഞാൻ അറിയാതെ എന്നിലൊരു കവി വളർന്നപ്പോൾ അതൊക്കെ എൻ്റെ കവിതയുടെ കാവ്യരചനയുടെ റോ മെറ്റീരിയൽസായി മാറി. മനസ്സിലായോ? അപ്പം ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ഓരോ ദിവസത്തെയും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. നാളെ നിങ്ങളിലൊരു കഥാകാരൻ, ഒരു കഥാകാരി, ഒരു കവി, ഒരു പ്രഭാഷകൻ, ഒരു അധ്യാപകൻ, ഒരു ചിത്രകാരൻ ഒക്കെ ഉണ്ടായി വരുമ്പോൾ ഇതൊക്കെയാകണം നമ്മെ വളർത്തിയെടുക്കുന്നത്. ഇപ്പം മഴക്കവിത നിങ്ങൾക്ക് മനസ്സിലായ അടുത്തൊരു വരി ഇടവപ്പാതിയാണ് ഏറ്റവും ശക്തമായ മഴയുള്ള സമയം ഇടവപ്പാതിയാണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പം ഞാനതിൽ ഇങ്ങനെ എഴുതിയല്ലോ, ഇടവപ്പാതി എഴുന്നള്ളുന്നേ ഇടിയുടെ നാദത്തുടിയുണരുന്നേ മുടിയാടിക്കളിയാടിയിടുന്നേ ഇടവും വലവും മലനിരകൾ. എൻ്റെ കുമ്പളങ്ങാട് എൻ്റെ പാടവരമ്പത്തിൽ നോക്കി 2 ഭാഗത്തും ഇങ്ങനെ കുന്നുകളാണ്. കുന്നിലൊക്കെ ഇങ്ങനെ ധാരാളം മരങ്ങളുണ്ട്. അപ്പം നല്ല മഴയത്ത് ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ കുന്ന് തന്നെ മുടിയാടി കളിക്കുകയാണ് എന്ന് തോന്നും നമുക്ക്. ഒരു സാധാരണക്കാരൻ കാണുമ്പോൾ കാറ്റത്ത് മരങ്ങളാടുന്നു എന്ന് പറയും. ഒരു കവി കാണുമ്പോൾ അതിന് കുന്നിൻ്റെ മുടിയാടിക്കളിയാണെന്ന് പറയും. മനസ്സിലായോ? ഇങ്ങനെയാണ് സാധാരണ ദൃശ്യങ്ങളിൽ നിന്ന് കവിത കണ്ടെടുക്കുന്നത്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ പല വിദ്യാലയങ്ങളിലും പല കലാലയങ്ങളിലും മറ്റും മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് വലിയ ചതിക്കുഴികളിൽ ചെന്ന് വീണ് പ്രണയാഭ്യർത്ഥന നിരസിക്കപ്പെട്ടാൽ ആസിഡ് മുഖത്തൊഴിച്ച് സഹപാഠിയെ ഉപദ്രവിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ പ്രണയവും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാൻ തോന്നില്ല. അത്തരം ആശയം ഒരു മനോഹരമായൊരു പാട്ടുണ്ട്. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ 7 വർണ്ണങ്ങളും വിടർത്തട്ടെ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ 7 വർണ്ണങ്ങളും വിടർത്തട്ടെ. എങ്ങും ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാരം ഉണരട്ടെ ഉണരട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്സിൽ, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതി ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയെങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയവള് കുട്ടികളില്ലാതെ പണ്ടാറ മഴയുടെ കുളിരണിയാൻ, വെയിലിൻ്റെ ചൂട് പുതയ്ക്കാൻ, പ്രണയത്തിൻ്റെ മധുരം നുകരാൻ, വാത്സല്യത്തിൻ്റെ അമ്മിഞ്ഞപ്പാൽ നുകരാൻ, അച്ഛൻ്റെ ലാളനത്തിൻ്റെ നിറവറിയാൻ ഒരുപാട് 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 പാട്ടുകളുണ്ട്. അങ്ങനെ അച്ഛനും മകനും പരസ്പരം മിണ്ടാത്ത, അച്ഛനെപ്പം കണ്ടാലും മകൻ ശകാരിക്കുന്ന ഒരു സിനിമയുണ്ട്. പക്ഷേ ഒരു ദിവസം പൊടുന്നനെ മകൻ ഒരു 4 വരി പാടിയതോടുകൂടി അച്ഛൻ വലിയ സദസ്സിനെ മുൻനിർത്തി മകനെ ചേർത്ത് പിടിക്കുന്നു.
പാട്ടിൽ പറയുന്ന വരി അതുവരെ മിണ്ടാത്ത അച്ഛനും മകനും ഒന്നിപ്പിക്കുന്നത് സംഗീതമാണെന്ന് പറയാണ്. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ ലോല തന്നു, നിൻ ഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന് നീഹാരബിന്ദു. സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ മഞ്ഞുതുള്ളി രത്നം പോലെ തിളങ്ങില്ലേ? അപ്പം ഞാനാകുന്ന നിസ്സാര മഞ്ഞുതുള്ളി നിന്റെ സ്നേഹവാത്സല്യത്തിൻ്റെ ചിരിയാകുന്ന സൂര്യകിരണം തട്ടിയപ്പോൾ മാണിക്യമായി മാറി എന്ന് പറയുന്നത് പാട്ടിനാ പാടേകാണല്ലേ. അതും കൂടെ പറയുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൽ നീ സ്നേഹഭിക്ഷയ്ക്ക നീക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. കൈകൾ നിന്ന് കൂട്ടിത്തിരുമോ? കൈൻ്റെ അടി ചൂടായ കണ്ണുകൾ പതുക്കെ അടയ്ക്കും. എല്ലാവരും കണ്ണുകൾ പതുക്കെ അടയ്ക്കും. ആരും കണ്ണ് തുറന്ന് നോക്കട്ടെ. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണ് തുറന്നവരെ പിടിക്കും. ഇനി അടച്ചു പിടിച്ച കണ്ണിൻ്റെ മുകളിൽ ഉള്ളം കൈ ഇങ്ങനെ പതിയെ അടച്ചു വയ്ക്കും. അപ്പം നിങ്ങളുടെ കൈയിൻ്റെ ഉള്ളം കൈയിൽ നിന്ന് ചെറിയൊരു ചൂട് നിങ്ങളുടെ കൺപോളയിൽ വരും. ചെറിയ ചൂട് കിട്ടുന്നുണ്ട്. നിശബ്ദരായിരിക്കണം. ആ തട്ടനിട്ട മോള് മാത്രം പറഞ്ഞു കേൾക്കാതെ കണ്ണു തുറക്കുന്നു. പൂർണ്ണമായ നിശബ്ദത. കൺപോളയിലേക്ക് ചെറിയ ചൂട് വരുന്നില്ലേ? നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺപോളയുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ. അവിടെ ചില ചിഹ്നങ്ങൾ മിന്നി മറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ ചിഹ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതിലേക്ക് നോക്കൂ. ശ്രദ്ധയോടുകൂടിയിരിക്കും. ദിവസമാണ് ഇന്നേ ദിവസം. കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മളെല്ലാവരെയും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എത്തിച്ച നമ്മുടെ ചന്ദ്രമോഹൻ സാറിന് ഏറ്റവും പബ്ലിക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്ത HM ഇൻചാർജായ എഡിറ്റർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം വളരെ സസൂക്ഷ്മം ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും അനധ്യാപകർക്കും
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി കൊള്ളൂർ കുടമുള്ളിൽ നീ കണികൊന്ന
തുമ്പികളോ നല്ല മരം ചെമ്പുകളോ ഇടിപ്പുകളോ തെറ്റിയിട്ട് കാട്ടുകളോ ചിറത്തുകളോ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ ബഹുവാറേ വന്നില്ലാരും കാലിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാതിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും ആടുപാമ്പേ ആടാടുപാമ്പേ ആടാ
പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ എന്തു കണ്ടിട്ടേതു കണ്ടിട്ടാടാടു പാമ്പേ വാക്കനാരുടെ വട്ടമുടി കണ്ടിട്ടാടാടു പാമ്പേ വാക്കനാരുടെ വട്ടമുടി